ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ചക്ക പറിച്ചുകൊണ്ട് വെച്ചേക്കുന്നു. ഇഷ്ടംപോലെ ചക്കയുണ്ടല്ലോ. ഇപ്പോൾ അജു പറിച്ചതായിട്ടോ ചക്ക. അജു ഇവിടെ തുന്നി നോക്കിയിട്ടൊക്കെയുണ്ട്. ഇങ്ങനെ തുന്നിച്ച് നോക്കിയിട്ടുണ്ട്. വിളഞ്ഞതാണോ? നല്ലതായിട്ട് വിളഞ്ഞതാണ്. എല്ലാ ചക്കയും അങ്ങ് വിളഞ്ഞതാണ്. ഇഷ്ടംപോലെ വിളഞ്ഞ് പ്ലാവിൻ്റെ ചുവട്ടിലെല്ലാം അങ്ങ് പഴുത്തങ്ങ് കിടക്കുക. പഴുത്ത് വീണ് പൊഴിഞ്ഞ് വീണങ്ങ് കിടക്കുക. അങ്ങ് ചക്കക്കുരുവൊക്കെ ഇങ്ങനെ തെറിച്ച് ഇഷ്ടം പോലെ അങ്ങ് കിടക്കുക. പിന്നെ അപ്പോൾ നമുക്കൊരു ഈ ചക്കയൊന്ന് എടുത്തൊന്ന് വെട്ടി റെഡിയാക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സമയം ഇപ്പോൾ വൈകിട്ടായി കേട്ടോ. അജുമോൻ ഇപ്പോൾ വൈകിട്ടായപ്പോൾ ഇച്ചിരി ചൂട് ചക്ക തിന്നണമെന്നൊരാഗ്രഹം. അപ്പോൾ നമുക്കെന്നാൽ ഇച്ചിരി ഇത് ഉച്ചയായപ്പോഴേ പറിച്ചിട്ടതാണ്. അവിടെ കിടക്കട്ടെ, നമുക്ക് പിന്നെ വൈകിട്ട് എടുക്കാമെന്ന് പറഞ്ഞ്. ഇന്ന് കാലാവസ്ഥ വലിയ മോശമുള്ള കാലാവസ്ഥയല്ലായിരുന്നു, കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു. വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് ചാറിയതൊക്കെ ഉള്ളൂ. നല്ല ഭയങ്കര തെളിഞ്ഞ കാലാവസ്ഥയൊന്നും അല്ലായിരുന്നെങ്കിലും മഴയില്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. നമുക്കപ്പോൾ ഈ ചക്കയൊന്ന് വെട്ടി റെഡിയാക്കി ഒന്ന് എടുത്ത് നമുക്കൊന്ന് എടുക്കാം. ചക്കയെല്ലാം എടുത്ത് വെട്ടി പറക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ ഇങ്ങോട്ടൊന്ന് വന്നു. അതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് അങ്ങ് മറന്നുപോയി. പിന്നെ ഒത്തിരി നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം കുറച്ച് നേരമായതേ ഉള്ളൂ പോയിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതെല്ലാം ശരിയാക്കിയതുകൊണ്ട് ചക്കയെല്ലാം പൊളിച്ച് പറക്കിയെടുത്ത് ചകിണിയും ചക്കക്കുരുവൊക്കെ ഇതിൽ തന്നെ കിടപ്പുണ്ട്. ബാക്കിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ കുക്കറിനകത്തോട്ട് വെച്ച് അജുമോന് പിന്നെ ചക്ക വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നേ കുക്കറിലോട്ട് വെച്ച് ഒരു ഇച്ചിരിയും ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ഭയങ്കര വെള്ളം ഒക്കെ ആയതുകൊണ്ട് വെള്ളം പിടിക്കുമല്ലോ. അതുകൊണ്ട് ഞാനെന്ത് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അരപ്പെല്ലാം ചേർത്ത് പിന്നെ ഇതിലോട്ടിട്ട് നോക്കി. എല്ലാം റെഡി ആയിരിക്കുക ചക്ക. പിന്നെ ഒരു 2 വിസിൽ അടുപ്പിച്ച് അങ്ങ് ഓഫാക്കി. ഒറ്റ വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ, എന്നാലും ഒരു 2 വിസിൽ അടുപ്പിച്ച് ഓഫാക്കി. അത്രയേ ഉള്ളൂ. ചക്ക എല്ലാം റെഡി ആയിരിക്കുക. ഇനിയിപ്പോൾ അജുവിനൊരു ശകലം കൊടുത്താൽ മതി. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നതേ വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കാന്താരി ഇല്ലായിരുന്നു, അതുകൊണ്ട് പച്ചമുളക്, പിന്നെ തേങ്ങ, ഇച്ചിരി മഞ്ഞൾ, പിന്നെ ഇത്രയും സാധനങ്ങളെ ചേർത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക്, ജീരകം, കറിവേപ്പില, തേങ്ങ, പിന്നെ മഞ്ഞൾ, ഇത്രയും സാധനങ്ങൾ. ഒരു ശകലം ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചക്ക. പിന്നെ നമ്മുടെ ഈ ചക്കയിലോട്ടൊരു ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണെങ്കിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ചേർക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ശകലം വെളിച്ചെണ്ണയും കൂടി എടുക്കട്ടെ. ഇച്ചിരി വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒഴിക്കുവാന്നേ ശകലം വെളിച്ചെണ്ണ ഉണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അതിലോട്ട് ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടെ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കഴിക്കാറുണ്ടല്ലോ. പക്ഷെ നമ്മൾ ചക്ക ഇളക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണേ. പിന്നെ താങ്ക് യു. എല്ലാവരും എല്ലായിടത്തും ഇപ്പോൾ ഇഷ്ടംപോലെ ചക്കയുണ്ടല്ലോ. നമ്മുടെ പ്ലാവിൻ്റെ ചുവട്ടിൽ ചക്ക ഇഷ്ടം പോലെ അങ്ങ് വീണ് പഴുത്ത് വീണങ്ങ് കിടക്കുക. പറിച്ച് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും അജുമോനേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് പറിച്ച് കൊണ്ടുവരാൻ. അവന് ഇഷ്ടമാണ് നല്ല ചൂടോട് ചക്ക തിന്നാനായിട്ട്. അതുകൊണ്ടാണ് ഇന്ന് എടുത്ത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇപ്പം വല്ലപ്പോഴും എല്ലാം പറിച്ച് ചക്ക ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചക്കയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നില്ലയോ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചക്കയുടെ. താങ്ക് യു.